മറ്റൊന്നും കേൾക്കണ്ട. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാ മതി. എന്റെ മോൾ എവിടെ അച്ഛ? എന്റെ മോള് അച്ഛൻ എന്താ ചെയ്ത്? പറ അച്ഛ. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്ത? അത് മോളെ, അത് പിന്നെ അച്ഛൻ. അച്ഛ, ഞാൻ ചോദിക്കുന്നത് എന്റെ മോളുടെ കാര്യം, എന്റെ സ്വന്തം മോളുടെ കാര്യം. മോളെ, അച്ഛൻ അങ്ങനെ ചെയ്യേണ്ടി വന്നതാ. മോളെ എനിക്ക് അവിടെ ഏൽപ്പിക്കേണ്ടി വന്നു. എവിടെ? ശാലിനിയുടെ കയ്യില്, സത്യാമ്മയുടെ വീട്ടില്. അവിടെ ആവുമ്പോ മോള് കുറച്ചും കൂടി സുരക്ഷിതയായിരിക്കുമെന്ന് അച്ഛന് തോന്നി. പിന്നെ പപ്പിയും സത്യൊക്കെ അവിടെ ഉണ്ടല്ലോ. എവിടെയാണെങ്കിലും കുഞ്ഞ് സന്തോഷമായിട്ട് ഇരുന്നാ പോരെ മോളെ. ഞാൻ എന്റെ കുഞ്ഞിനെ അച്ഛനെ ഏൽപ്പിച്ച്. ശാലിനിക്ക് ജോലിയുള്ളതല്ലേ, പിന്നെ ആരവിടെ മോളെ നോക്ക? നമ്മുടെ വീട്ടിൽ കിട്ടാത്ത സുരക്ഷിതത്വം എന്റെ കുഞ്ഞിന് മറ്റെവിടെ കിട്ടാന്? മോളെ, ശ്യാമ ഒരു തരത്തിലും കുഞ്ഞിനെ അവിടെ നിർത്തുന്നില്ല. അവളുടെ സ്വഭാവം മോക്കറിയാലോ. എല്ലാം ഒറ്റയ്ക്ക് നേടണം, ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടു പോകണം. ജീവിക്കുന്നത് ഒറ്റയ്ക്ക്. കൂടപ്പിറപ്പുകളില്ല, മിത്രങ്ങളില്ല, ഒരാളോടും സ്നേഹമോ കരുണയോ ഇല്ല. സ്വന്തം കാര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു ജീവിതം. അവളുടെ മുന്നിൽ എങ്ങനെയാണ് മോളെ ഇത്തിരി ഇല്ലാത്ത ഈ പൊടിക്കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പറ്റുക? മാത്രമല്ല, ഇപ്പോൾ അവളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ഒരു ഭ്രാന്ത് പിടിച്ച രീതിയിലാണ് ചില നേരത്തുള്ള സംസാരവും പ്രവൃത്തിയും. അങ്ങനെയുള്ള ഒരാളുടെ അടുക്കൽ എങ്ങനെയാ അച്ഛൻ വിശ്വസിച്ച് കുഞ്ഞിനെ ഏൽപ്പിക്കുക? അതൊക്കെ കൊണ്ട് മാത്രം അച്ഛൻ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത്. ഇനി മോൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ പോയി കുഞ്ഞിനെ തിരിച്ചെടുത്തോണ്ട് വരാം. എന്താ ഞാൻ പറയുന്നത് മോള് കേൾക്കുന്നില്ലേ? മോളെ, 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 ഡോക്ടർ, മോളെ, ഡോക്ടർ. ഡോക്ടർ. എന്താ എന്താ പറ്റി? ഡോക്ടർ പ്രിയ, അവിടെ ശാരീരിക്ക്. എന്താ പറ്റിയത്? അറിയില്ല, സംസാരിച്ചുകൊണ്ട് കിടക്കായിരുന്നു, ശ്വാസം കിട്ടാതായി. ഡോക്ടർ ഒന്ന് വിളിക്കാം. ഞാനിപ്പോ ഡോക്ടറെ വിളിക്ക്. മോളെ, 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 മോളെ. പേഷ്യന്റിനെ അധികം സ്ട്രെയിൻ ചെയ്യിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, ഒന്ന് പുറത്തേക്ക് നിൽക്കൂ. വീട്ടിൽ 3 നേരം ഉണ്ടു ഉറങ്ങിയും ആളുകളെ വിറപ്പിച്ച് നടന്നിരുന്ന സ്ത്രീയല്ലേ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കാണും. എന്തെങ്കിലും വന്നുപോയാ നമുക്ക് തന്നെയാ തലവേദന. അതുകൊണ്ടേ വലുതുമൊക്കെ ചോദിച്ചാ അങ്ങ് കൊടുത്തേക്കണം. നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് കടുംപിടുത്തം കാണിക്കുന്ന പോലെ തിരിച്ച് നമുക്കങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പാവം പോലീസുകാരല്ലേ. കഴുത്തിറക്കുന്ന ബ്ലേഡും കൊണ്ടിരിക്കുന്ന പലിശക്കാരൊന്നും അല്ലല്ലോ. സത്യാമ്മ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നേ? അതെ, അകത്തുണ്ട്. എനിക്ക് സത്യാമ്മ ഒന്ന് കാണണം. അയ്യോ, ഇപ്പൊ കാണാൻ ഒക്കത്തില്ല. അത് താനാണോ തീരുമാനിക്കുന്നത്? സത്യാമ്മ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, വിസിറ്റേഴ്സിനെ കാണിക്കാതിരിക്കാൻ. എന്താണോ അവിടെ?
സാറേ ഇവിടെ കിടന്ന് ബഹളവാ, അകത്തേക്ക് കയറ്റി വിടണമെന്ന് പറഞ്ഞു. അവനെയും കയറ്റി വിടറോ. അവന്റെ തിളപ്പേ ഞാൻ മാറ്റി കൊടുക്കാം. ശിവൻ, എന്താടാ ഇതേ പോലീസ് സ്റ്റേഷനാ, അല്ലാതെ നിന്റെ അച്ചി വീടൊന്നും അല്ല വന്നു കിടന്ന് ബഹളം ഉണ്ടാക്കാൻ. അച്ചിയെ തല്ലി ആളാവാൻ വേണ്ടി നടക്കുന്നതും അച്ചി വീട്ടിൽ പോയി ആഴ്ചയിൽ സ്ത്രീധനക്കാശിന് വേണ്ടി ബഹളം ഉണ്ടാക്കുന്നതും ആരാണെന്ന് ഞാൻ പേര് സഹിതം പറയണോ സാറേ? പറഞ്ഞ സാറങ്ങ് നാറിയ ആ നാറ്റം മാറാനായിട്ട് സാർ ഈ കൈ കൊണ്ട് നടക്കുന്ന ചെറിയ പെർഫ്യൂം ബോട്ടിലൊന്നും ആവില്ല. ഡാ, എന്റെ തട്ടകത്ത് കയറിയുന്നോണ്ടാ നീ ഇതൊക്കെ പറയുന്നേന്ന് ഓർക്കണം. എന്ത് തട്ടം സാറേ, 8 സെക്കൻഡിൽ കൂടുതൽ ഈ ഭൂമി ഒന്ന് കുലുങ്ങിയാ തീരാവുന്ന തട്ടകമേ ഇവിടെ ഉള്ളൂ. അത് മനസ്സിലാക്കാതെയാ സാറിനെ പോലുള്ളവർ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നത്. ഞാൻ ഇവിടെ ആരെ തല്ലാനും കൊല്ലാനും വന്നതല്ല. എനിക്ക് സത്യാമ്മയെ ഒന്ന് കാണണം. നീ ആരടാ, കൊച്ചി രാജാവിന്റെ കൊച്ചുമോനോ? സെല്ലി കിടക്കുന്നവർക്കെല്ലാം ആശ്വാസവാക്കുമായെത്താൻ? അതോ മഗ്ദല മറിയത്തിന്റെ കണ്ണീരൊപ്പുന്ന വിശ്വസ്ത കിങ്കരനോ? ആരായാലും എന്റെ അനുവാദം വേണം. ആ അനുവാദം ആർക്ക് കൊടുത്താലും നിനക്ക് തരില്ല. കാണാൻ വന്നതാണെങ്കിൽ ഞാൻ സത്യാമ്മയെ കണ്ടിട്ടേ പോകൂ. അവരുടെ മകന്റെ സ്ഥാനത്ത് ഞാനായതുകൊണ്ട്. ഡോ, പിടിച്ച് പുറത്താക്കണോ അവനെ. വാടാ ഇങ്ങോട്ട്.